ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വെൽക്കം ടു ടീച്ചിങ് ക്ലാസ് റൂം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ പി വരെയുള്ള ലെറ്റേഴ്സിൻ്റെ സോൺസാണല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി ബാക്കിയുള്ള ലെറ്റേഴ്സ് കൂടി നമുക്ക് പഠിക്കണ്ടേ? എല്ലാവരും റെഡി അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ക്യൂ ആണ് പഠിക്കാനുള്ളതല്ലേ. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ ക്യൂ ആൻഡ് സ്മോൾ ലെറ്റർ ക്യൂ. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് ക്യൂ? ക്യൂവിൻ്റെ സൗണ്ട് എന്താണ് മക്കളെ? ക്യൂവിൻ്റെ സൗണ്ട് ക്യൂ. ഇനി നമുക്ക് ക്യൂ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ഇങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ ക്യൂ എഴുതുന്നത്. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ ക്യൂ പഠിക്കാം. ഇങ്ങനെയാണ് സ്മോൾ ലെറ്റർ ക്യൂ എഴുതുന്നത്. ഇനി നമുക്ക് ക്യൂ വെച്ചിട്ടുള്ള കുറച്ച് വേർഡ്സുകൾ പഠിക്കാം. ഇവിടെ എന്താണ് മക്കൾക്ക് കാണാൻ പറ്റുന്നത്? നല്ലൊരു രാജ്ഞിയുടെ പിക്ചറാണല്ലേ. രാജ്ഞി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താണ് പറയുക? ക്യൂൻ എന്നാണല്ലേ. നമുക്കിതൊന്ന് എഴുതി നോക്കാം. QUEEN, ക്യൂൻ. ക്യൂവിൻ്റെ സൗണ്ട് ക്യൂ, അതിൻ്റെ കൂടെ UEEN വന്നപ്പോൾ ക്യൂൻ. ഇനി നമുക്ക് ക്യൂ വെച്ചിട്ട് മറ്റൊരു വേർഡ് കൂടി പഠിക്കാം. ഇതെന്താണ് ഇവിടെ കാണുന്നത്? ക്വയിൽ. നമുക്കിതൊന്ന് എഴുതി നോക്കാം. QUAIL, ക്വയിൽ. ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ആർ പഠിക്കാം. ക്യാപിറ്റൽ ലെറ്റർ ആർ ആൻഡ് സ്മോൾ ലെറ്റർ ആർ. ആറിൻ്റെ സൗണ്ട് എന്താണ്? ആറിൻ്റെ സൗണ്ട് റേ. റേ എന്നാണ് ആറിൻ്റെ സൗണ്ട്. ഇനി നമുക്ക് ആർ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ഇങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ ആർ എഴുതുന്നത്. ഇനി സ്മോൾ ലെറ്റർ ആർ കൂടി നമുക്ക് പഠിക്കണ്ടേ? അപ്പോൾ ഇങ്ങനെയാണ് സ്മോൾ ലെറ്റർ ആർ എഴുതുന്നത്. ഇനി നമുക്ക് ആർ വെച്ചിട്ടുള്ള കുറച്ച് വേർഡ്സുകൾ പഠിക്കാം. ഇവിടെ എന്താണ് മക്കൾക്ക് കാണാൻ പറ്റുന്നത്? നല്ലൊരു റെയിൻബോൻ്റെ പിക്ചറാണല്ലേ. RAINBOW, റെയിൻബോ. ആറിൻ്റെ സൗണ്ട് റേ, അതിൻ്റെ കൂടെ എ കൂടി വന്നപ്പോൾ റ, റെയിൻബോ. ഇനി നമുക്ക് ആർ വെച്ചിട്ടുള്ള മറ്റൊരു വേർഡ് കൂടി പഠിക്കാം. ഇവിടെ എന്താണ് കാണുന്നത്? നല്ലൊരു റോക്കറ്റിൻ്റെ പിക്ചർ കാണുന്നുണ്ടല്ലേ. നമുക്കിതൊന്ന് എഴുതി നോക്കാം. ROCKET, റോക്കറ്റ്. ആറിൻ്റെ സൗണ്ട് റേ, അതിൻ്റെ കൂടെ ഓ കൂടി വന്നപ്പോൾ റോ, റോക്കറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്റർ ആയിട്ടുള്ള എസ് പഠിക്കാം. ക്യാപിറ്റൽ ലെറ്റർ എസ് ആൻഡ് സ്മോൾ ലെറ്റർ എസ്. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് എസ്? എസിൻ്റെ സൗണ്ട് എന്താണ്? എസിൻ്റെ സൗണ്ട് സി എന്നാണ്. ഇനി നമുക്ക് എസിൽ തുടങ്ങുന്ന കുറച്ച് വേർഡ്സുകൾ പരിചയപ്പെടാം. ഇവിടെ മക്കൾക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? നല്ലൊരു സണ്ണിൻ്റെ പിക്ചറാണല്ലേ. നമുക്കിതൊന്ന് എഴുതി നോക്കാം. SUN, സൺ. എസിൻ്റെ സൗണ്ട് സെ, അതിൻ്റെ കൂടെ യു കൂടി ചേർന്ന് വന്നപ്പോൾ സ, സൺ. യുവിൻ്റെ സൗണ്ട് നമ്മൾ പഠിച്ചിട്ടില്ല, അതിന് നമ്മൾ പഠിക്കും. ഇനി നമുക്ക് എസ് വെച്ചിട്ട് മറ്റൊരു വേർഡ് കൂടി പഠിക്കാം. ഇവിടെ നല്ലൊരു സ്ട്രോബെറിയുടെ പിക്ചർ മക്കൾക്ക് കാണുന്നില്ലേ? മക്കൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടല്ലേ ഇത്? നമുക്കിതൊന്ന് എഴുതി നോക്കാം. STRAWBERRY, സ്ട്രോബെറി. ഇവിടെ എസിൻ്റെ സൗണ്ട് സെ, അതിൻ്റെ കൂടെ TRA വന്നപ്പോൾ സ്ട്രോ, സ്ട്രോബെറി. ഇപ്പോൾ എസിൻ്റെ സൗണ്ട് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ടി പഠിക്കാം. ക്യാപിറ്റൽ ലെറ്റർ ടി ആൻഡ് സ്മോൾ ലെറ്റർ ടി. ടിയുടെ സൗണ്ട് എന്താണ് മക്കളെ? ടിയുടെ സൗണ്ട് ട്, ട് എന്നാണ് ടിയുടെ സൗണ്ട്. ഇനി നമുക്ക് ടി എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ഇങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ ടി എഴുതുന്നത്. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ ടി എങ്ങനെ എഴുതുന്നത് എന്ന് നോക്കാം. ഇങ്ങനെയാണ് സ്മോൾ ലെറ്റർ ടി എഴുതുന്നത്. ഇനി നമുക്ക് ടി വെച്ചിട്ടുള്ള കുറച്ച് വേർഡ്സുകൾ പഠിക്കാം. ഇതെന്താണ് ഇവിടെ മക്കൾക്ക് കാണാൻ പറ്റുന്നത്? ഇതെന്താണെന്ന് മക്കൾക്കറിയാമോ? ഇത് പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ടെലിഫോണാണ് കേട്ടോ. നമുക്കിതൊന്ന് എഴുതി നോക്കാം. TELEPHONE, ടെലിഫോൺ. ടിയുടെ സൗണ്ട്
ടെ. അതിൻ്റെ കൂടെ ഈ കൂടി ചേർന്ന് വന്നപ്പോൾ ടെ. ടെലഫോൺ. ടെലഫോൺ എന്നാണ് ഇത് വായിക്കുക. ഇനി നമുക്ക് ടി വെച്ചിട്ട് മറ്റൊരു വേർഡ് കൂടി പഠിക്കാം. ഇതെന്താണ് മക്കളെ? മക്കളൊന്ന് പറഞ്ഞാട്ടെ. ഇത് ട്രെയിനാണല്ലേ. ട്രെയിനിൽ യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമുക്കിതൊന്ന് എഴുതി നോക്കാം. ഇവിടെ ടിയുടെ സൗണ്ട് ടെ. അതിൻ്റെ കൂടെ RA കൂടി വന്നപ്പോൾ ട്ര. ട്ര. ട്രെയിൻ. അപ്പോൾ ടിയുടെ സൗണ്ടും അത് വെച്ചിട്ടുള്ള വേർഡ്സും എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്റർ ആയിട്ടുള്ള യു പഠിക്കാം. ക്യാപിറ്റൽ ലെറ്റർ യു ആൻഡ് സ്മോൾ ലെറ്റർ യു. യുവിൻ്റെ സൗണ്ട് എന്താണ്? യുവിൻ്റെ സൗണ്ട് ഉ എന്നാണ്. ചില സമയങ്ങളിൽ ആ എന്നും യുവിനെ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് യു എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ഇങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ യു എഴുതുന്നത്. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ യു പഠിക്കാം. ഇങ്ങനെയാണ് സ്മോൾ ലെറ്റർ യു എഴുതുന്നത്. അപ്പോൾ എല്ലാവരും ക്യാപിറ്റൽ ലെറ്റർ യുവും സ്മോൾ ലെറ്റർ യുവും പഠിച്ചല്ലോ. ഇനി നമുക്ക് യു വെച്ചിട്ട് കുറച്ച് വേർഡ്സുകൾ പഠിക്കാം. എല്ലാവരും റെഡിയല്ലേ? ആർ യു റെഡി? ഇവിടെ നല്ല ഭംഗിയുള്ളൊരു അംബ്രല്ല കാണുന്നില്ലേ മക്കൾക്ക്? എന്ത് രസമുണ്ട് കാണാനല്ലേ? മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നമുക്ക് അംബ്രല്ല എന്ന് എഴുതി നോക്കാം. എല്ലാവരും റെഡിയല്ലേ എഴുതി നോക്കാനായിട്ട്? UMBRELLA അംബ്രല്ല. ഇവിടെ യുവിനെ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്തിട്ടുള്ളത്? ആ എന്ന പ്രൊനൗൺസിയേഷനാണ് ഇവിടെ വന്നിട്ടുള്ളതല്ലേ. ഇവിടെ യുവിൻ്റെ സൗണ്ട് ആ, എമ്മിൻ്റെ സൗണ്ട് മേ, അതിൻ്റെ കൂടെ ബി കൂടി വന്നപ്പോൾ അംബ്രല്ല. ഇനി നമുക്ക് യു വെച്ചിട്ട് വേറൊരു വേർഡ് കൂടി പഠിക്കാം. അയ്യവ, എന്ത് രസമുള്ളൊരു യൂണിക്കോണിൻ്റെ പിക്ചറാണല്ലേ ഇവിടെ കാണുന്നത്. മക്കൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായില്ലേ? നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ? നമുക്കിതൊന്ന് എഴുതി നോക്കാം. UNICORN യൂണിക്കോൺ. യുവിൻ്റെ സൗണ്ട് ഇവിടെ യു എന്ന് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്തിരിക്കുന്നത്. യൂണിക്കോൺ. യൂണിക്കോൺ. ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്റർ ആയിട്ടുള്ള വി പഠിക്കാം. ക്യാപിറ്റൽ ലെറ്റർ വി ആൻഡ് സ്മോൾ ലെറ്റർ വി. വിയുടെ സൗണ്ട് എന്താണ് മക്കളെ? വിയുടെ സൗണ്ട് വേ എന്നാണ്. വേ. വേ. വേ എന്നാണ് വിയുടെ സൗണ്ട്. ഇനി നമുക്ക് വി എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ഇങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ വി എഴുതുന്നത്. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ വി എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ഇങ്ങനെയാണ് സ്മോൾ ലെറ്റർ വി എഴുതുന്നത്. ഇനി നമുക്ക് വി വെച്ചിട്ട് കുറച്ച് വേർഡ്സുകൾ പഠിക്കാം. ഇതെന്താണ് ഇവിടെ കാണുന്നതെന്ന് മക്കളൊന്ന് പറഞ്ഞാട്ടെ. നല്ല വാനിൻ്റെ പിക്ചറാണല്ലേ. വാൻ എന്ന് എങ്ങനെയാണ് എഴുതുക? നമുക്കൊന്ന് എഴുതി നോക്കാം. VAN വാൻ. വിയുടെ സൗണ്ട് വേ. അതിൻ്റെ കൂടെ എ കൂടി ചേർന്ന് വന്നപ്പോൾ വേ. വേൻ. ഇനി നമുക്ക് വി വെച്ചിട്ട് മറ്റൊരു വേർഡ് കൂടി പഠിക്കാം. ഇവിടെ എന്താണ് കാണുന്നത്? കുറേ വെജിറ്റബിൾസ് കാണുന്നുണ്ടല്ലേ. നമുക്കിതൊന്ന് എഴുതി നോക്കാം. VEGETABLES വെജിറ്റബിൾസ്. ഇവിടെ വിയുടെ സൗണ്ട് വേ. അതിൻ്റെ കൂടെ ഈ കൂടി വന്നപ്പോൾ വേ. വെജിറ്റബിൾസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്റർ ആയിട്ടുള്ള W പഠിക്കാം. ക്യാപിറ്റൽ ലെറ്റർ W ആൻഡ് സ്മോൾ ലെറ്റർ W. W എന്ന ലെറ്ററിൻ്റെ സൗണ്ട് എന്താണ്? W എന്ന ലെറ്ററിൻ്റെ സൗണ്ട് വേ എന്ന് തന്നെയാണ്. വേ. വേ. വേ എന്ന് തന്നെയാണ് ഡബ്ല്യുവിൻ്റെ സൗണ്ട്. ഇനി നമുക്ക് W എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ഇങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ W എഴുതുന്നത്. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ W പഠിക്കാം. ഇങ്ങനെയാണ് സ്മോൾ ലെറ്റർ W എഴുതുന്നത്. ഇനി നമുക്ക് W വെച്ചിട്ടുള്ള കുറച്ച് വേർഡ്സുകൾ പഠിക്കാം. ഇവിടെ എന്താണ് മക്കൾക്ക് കാണാൻ പറ്റുന്നത്?
ആ, നല്ലൊരു വാട്ടർ മെലോണിൻ്റെ പിക്ചറാണല്ലേ. നമുക്കിതൊന്ന് എഴുതി നോക്കാം. WATERMELON വാട്ടർ മെലോൺ. ഇവിടെ ഡബ്ല്യുവിൻ്റെ സൗണ്ട് വേ, അതിൻ്റെ കൂടെ എ കൂടി വന്നപ്പോൾ വ വ വാട്ടർ മെലോൺ. ഇനി നമുക്ക് ഡബ്ല്യു വെച്ചിട്ട് മറ്റൊരു വേർഡ് കൂടി പഠിക്കാം. ഇതെന്താണ് മക്കളെ? മക്കളൊന്ന് പറഞ്ഞാട്ടെ. ഇത് നല്ലൊരു വീലിൻ്റെ പിക്ചറാണല്ലേ. മക്കളെല്ലാവരും വെഹിക്കിൾസിൻ്റെ വീലെല്ലാം കണ്ടിട്ടില്ലേ? ഇതെങ്ങനെയാണ് എഴുതുക? WHEEL വീൽ. ഇവിടെ ഡബ്ല്യുവിൻ്റെ സൗണ്ട് വേ, അതിൻ്റെ കൂടെ HEEL കൂടി വന്നപ്പോൾ വീൽ വീൽ. ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്റർ ആയിട്ടുള്ള എക്സ് പഠിക്കാം. ക്യാപിറ്റൽ ലെറ്റർ എക്സ് ആൻഡ് സ്മോൾ ലെറ്റർ എക്സ്. എക്സിൻ്റെ സൗണ്ട് എന്താണ് മക്കളെ? എക്സിൻ്റെ സൗണ്ട് സ് സ്. നമുക്ക് എക്സ് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ഇങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ എക്സ് എഴുതുന്നത്. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ എക്സ് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ഇങ്ങനെയാണ് സ്മോൾ ലെറ്റർ എക്സ് എഴുതുന്നത്. ഇനി നമുക്ക് എക്സിൽ തുടങ്ങുന്ന കുറച്ച് വേർഡ്സുകൾ പഠിക്കാം. ഇവിടെ എന്താണ് മക്കൾക്ക് കാണാൻ പറ്റുന്നത്? ഒരു എക്സ്റേയുടെ പിക്ചറാണല്ലേ. നമുക്കിതൊന്ന് എഴുതി നോക്കാം. RAY സ്ര. ഇനി നമുക്ക് എക്സിൽ തുടങ്ങുന്ന മറ്റൊരു വേർഡ് കൂടി പഠിക്കാം. മക്കളൊന്ന് പറഞ്ഞാട്ടെ, ഇവിടെ എന്താണ് കാണാൻ പറ്റുന്നതെന്ന്. ഇവിടെ എന്താണ് കാണുന്നത്? ഇത് സെലോഫോൺ ആണല്ലേ. നമുക്കിതൊന്ന് എഴുതി നോക്കാം. XYLOPHONE സെലോഫോൺ. ഇവിടെ എക്സിൻ്റെ സൗണ്ട് സ്, അതിൻ്റെ കൂടെ വൈ കൂടി വന്നപ്പോൾ സെലോഫോൺ സെലോഫോൺ. ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്റർ ആയിട്ടുള്ള വൈ പഠിക്കാം. ക്യാപിറ്റൽ ലെറ്റർ വൈ ആൻഡ് സ്മോൾ ലെറ്റർ വൈ. വൈയുടെ സൗണ്ട് എന്താണ് മക്കളെ? വൈക്ക് രണ്ട് സൗണ്ട് ഉണ്ട്. ഇ എന്ന സൗണ്ടും ഇ എന്ന സൗണ്ടുമുണ്ട് വൈക്ക്. ഇനി നമുക്ക് വൈ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ഇങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ വൈ എഴുതുന്നത്. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ വൈ പഠിക്കണ്ടേ മക്കളെ? ഇങ്ങനെയാണ് സ്മോൾ ലെറ്റർ വൈ എഴുതുന്നത്. ഇനി നമുക്ക് വൈ വെച്ചിട്ട് കുറച്ച് വേർഡ്സുകൾ പഠിക്കാം. ഇവിടെ എന്താണ് മക്കൾക്ക് കാണാൻ പറ്റുന്നത്? നല്ലൊരു യാക്കിൻ്റെ പിക്ചറാണല്ലേ. നമുക്കിതൊന്ന് എഴുതി നോക്കാം. YAK യാക്ക്. ഇവിടെ വൈയുടെ സൗണ്ട് എ, അതിൻ്റെ കൂടെ എ കൂടി വന്നപ്പോൾ യാക്ക് യാക്ക്. ഇനി നമുക്ക് വൈ വെച്ചിട്ട് മറ്റൊരു വേർഡ് കൂടി പഠിക്കാം. ഇതെന്താണ് മക്കളെ? ഇത് നല്ലൊരു യെല്ലോ കളറാണല്ലേ. എല്ലാവർക്കും ഇഷ്ടമല്ലേ യെല്ലോ കളർ? യെല്ലോ എന്ന് എങ്ങനെയാണ് എഴുതുക? നമുക്കൊന്ന് എഴുതി നോക്കാം. YELLO യെല്ലോ. ഇവിടെ വൈയുടെ സൗണ്ട് എ, അതിൻ്റെ കൂടി ഇ കൂടി വന്നപ്പോൾ യെല്ലോ യെല്ലോ. ഇനി നമുക്ക് ലാസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള സെഡ് പഠിക്കാം. ക്യാപിറ്റൽ ലെറ്റർ സെഡ് ആൻഡ് സ്മോൾ ലെറ്റർ സെഡ്. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് സെഡ്? സെഡിൻ്റെ സൗണ്ട് എന്താണ് മക്കളെ? സെഡിൻ്റെ സൗണ്ട് Z എന്നാണ് സെഡിൻ്റെ സൗണ്ട്. ഇനി നമുക്ക് സെഡ് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ഇങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ സെഡ് എഴുതുന്നത്. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ സെഡ് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ഇങ്ങനെയാണ് സ്മോൾ ലെറ്റർ സെഡ് എഴുതുന്നത്. ഇനി നമുക്ക് സെഡ് വെച്ചിട്ടുള്ള കുറച്ച് വേർഡ്സുകൾ പഠിക്കാം. ഇവിടെ എന്താണ് കാണുന്നത് മക്കളെ? മക്കൾക്കെല്ലാം ഇഷ്ടപ്പെട്ട സൂ ആണല്ലേ. സൂവിൽ പോകാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമുക്ക് സൂ എന്നൊന്ന് എഴുതി നോക്കാം. ZOO സൂ. ഇവിടെ സെഡിൻ്റെ സൗണ്ട് Z, അതിൻ്റെ കൂടെ OO വന്നപ്പോൾ സൂ. ഇനി നമുക്ക് സെഡ് വെച്ചിട്ട് മറ്റൊരു വേർഡ് കൂടി പഠിക്കാം.
ഇവിടെ എന്താണ് കാണുന്നത് മക്കളെ? നല്ലൊരു സീബ്രയുടെ പിക്ചറാണല്ലേ. മക്കൾക്കൊക്കെ ഇഷ്ടമല്ലേ സീബ്രയെ? നമുക്കിതൊന്ന് എഴുതി നോക്കാം. ZEBRA സീബ്ര. സെഡിൻ്റെ സൗണ്ട് സെ, അതിൻ്റെ കൂടെ ഈ കൂടി വന്നപ്പോൾ സീബ്ര. അപ്പം നമ്മൾ 3 വീഡിയോയിലായി ഇംഗ്ലീഷിലെ ലെറ്റേഴ്സും A to Z വരെയുള്ള ലെറ്റേഴ്സും അതിൻ്റെ സൗണ്ട്സും അത് എങ്ങനെയാണ് എഴുതുന്നത് എന്നും അത് വെച്ചിട്ടുള്ള വേർഡ്സും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.